ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിപ്പോൾ കറൻ്റ്ലി ഒരു റിസോർട്ടിൽ വന്നാണ്. നമ്മൾ ആക്ച്വലി നാട്ടിൽ വരുന്ന സമയത്ത് തന്നെ വിചാരിച്ചു നമുക്കൊരു സ്റ്റേക്കേഷൻ ചെയ്യണമെന്ന്. പക്ഷേ ഫുള്ള് തിരക്കായി പോയി. പ്രഗ്നൻസി, ഡെലിവറി എല്ലാം കൂടി തിരക്കായി പോയിട്ടും കുറച്ച് കാര്യങ്ങളായിട്ട് നമുക്ക് സ്റ്റേക്കേഷൻ പറ്റിയിട്ടേ ഇല്ല. അങ്ങനെ നമ്മളിപ്പോൾ നിവബിക്ക് 2 months ആയപ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്ന് ചുമ്മാ ഇവിടെ അടുത്തെവിടെയെങ്കിലും പോയാലോ എന്നല്ലേ. അപ്പോൾ വയലട വ്യൂ പോയിന്റിലേക്ക് വന്നാണ്. അപ്പോൾ ഇവിടെ വയലടയിൽ നമുക്കൊരു കിട്ലൻ റിസോർട്ട് കിട്ടി, മൗണ്ട് സ്ട്രാറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അവിടെയാണ് സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റൂം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ ചൂസ് ചെയ്ത റൂം. നമ്മൾ നിവ ബേബി ഇതാ ഇവിടെ കളിക്കുന്ന ബെഡിൽ. നിവ ബേബി, നിവ ബേബി, നിവ ബേബു, ഓ ബേബു. ആ എല്ലാവരും ഹായ് പറഞ്ഞേ. നമ്മളെല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരോടും ഹായ് പറയുന്നു അല്ലേ? ഹായ്. 2 മാസത്തിൽ തന്നെ ഞങ്ങൾ ട്രിപ്പടി തുടങ്ങിയിട്ടുണ്ട് അല്ലേ നീവു? ഒരു പിമ്പിളൊക്കെ വന്നിട്ട് എവിടെ പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്തായിരിക്കും ഇതാ കറക്റ്റായിട്ട് ബൾബോ അല്ലെങ്കിൽ കത്തി നിൽക്കുക. എന്താണെന്നറിയില്ല, എല്ലാ ഗേൾസിനും റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? എവിടെ പോകാനാകുന്ന സമയത്ത് കറക്റ്റ് വരും. ഹായ്, ഞാനും ഉണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈവു ഏട്ടനും കൂടി നല്ല പൂളിൽ എൻജോയ് ചെയ്യാൻ പോവാണ്. കുറച്ച് നേരം നമ്മളങ്ങനെ വന്ന് ക്ഷീണത്തിൽ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കുത്തിരിക്കുകയാണ്. എനിക്ക് ശരിക്കും വിശന്ന് സൈഡായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുഡിന് വെയിറ്റ് ചെയ്തിരിക്കുക. നിങ്ങൾ ബേബി ആണെങ്കിൽ പാലൊക്കെ കുടിച്ച് വയറൊക്കെ നിറച്ച് ഫുൾ സെറ്റാണ് അല്ലേ? ഇന്ന് നമുക്കൊരു റൗണ്ട് ഉറക്കവും കൂടെ ഉണ്ട്. അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഉഷാറായി. ചില സമയത്ത് നമ്മളിങ്ങനെ പുറത്ത് പോയി ലൈക്ക് ഒരു അടിപൊളി നല്ല നേച്ചർ, നല്ല വ്യൂ ഉള്ള സ്ഥലത്തൊക്കെ പോയി ഇങ്ങനെ ഒരു ദിവസം സ്റ്റേക്കേഷനൊക്കെ ചെയ്ത് വരുമ്പോണ്ടല്ലോ മൈൻഡ് ഭയങ്കര റിലാക്സ് ആവും. നല്ലൊരു പീസ്ഫുൾ വൈബൊക്കെ ആയിരിക്കും, നല്ല പോസിറ്റിവിറ്റി ഒക്കെ കയറും. അപ്പോൾ നമ്മൾ ഫുൾ എല്ലാത്തിൻ്റെ തിരക്കിൽ പെട്ടുപോയതുകൊണ്ട് എന്താ പറയുക, ആ റിലാക്സിങ് ടൈം കിട്ടിയില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ശരിക്കും നല്ലൊരു വൈബ്, നല്ലൊരു റിലാക്സ് മൂഡ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു വ്ളോഗും എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നല്ല കിടക്കാച്ചി വ്യൂവും കണ്ട് ലഞ്ച് കഴിക്കും. ഹൗസ് സെറ്റ് എൻജോയ് ചെയ്യുന്നുണ്ടോ? എൻജോയ് ചെയ്യുന്നുണ്ടോ? സൂപ്പറാണോ മമ്മ? അല്ല, നല്ല ടേസ്റ്റ് ഫുഡൊക്കെ, നല്ല ടേസ്റ്റ്. എങ്ങനെയുണ്ട് റിസോർട്ട്? എൻജോയ് ചെയ്യുന്നുണ്ടോ? ആണോ? പൂളിലൊക്കെ പോയി വന്നില്ലേ? അടിച്ചു പൊളിത്തില്ലേ പൂളില്, സ്വിമ്മിങ് പൂളില്? ആഹാ, ക്ഷീണത്തിലാ? ക്ഷീണത്തിലാ? സ്ട്രോങ്. അയ്യോ, ഒരാളെ നല്ലോണം കിടത്തി ഉറക്കി വന്ന ഫുഡ് കഴിക്കാൻ വേണ്ടി സ്പൂൺ എടുത്തിട്ടേ ഉള്ളൂ. അപ്പത്തേക്ക് ഫുഡ് കഴിക്കാണോ? അങ്ങനെ കഴിക്കണ്ടോ? അല്ല, ഞാനിവിടെ ഓർഡർ ചെയ്തത് ദാൽ ഖിച്ചടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണോ ദാൽ ഖിച്ചടി. നമ്മൾ നോർത്തിലൊക്കെ നല്ല ഫേമസ് ആയിട്ടുള്ള സാധനമാണിത്, ദാൽ ഖിച്ചടി. ഇതിനിവിടെ ഇവർ ഓർഡർ ചെയ്തത് നല്ല പൊറാട്ടയും ചിക്കൻ കറിയും. കുഴപ്പമില്ലാത്തോ, നോർത്തിൻ്റെ പ്രോപ്പർ ഫ്ലേവർ അല്ലേ, പക്ഷെ കുഴപ്പമില്ല, ഒപ്പിക്കാം. നല്ല മഴേൻ്റെ വൈബാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു കാപ്പി ഉണ്ടാക്കിയതാണ്, നല്ല ഊളക്കാപ്പി, അടിപൊളി മഴ. ഒരു ചെറിയ നാപ്പ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടപ്പോൾ ഭയങ്കര ചായ കുടിക്കണം എന്നുള്ളൊരിത്. അങ്ങനെ നമ്മൾ 2 ചായയും പിന്നെ പഴംപൊരി ഓർഡർ ചെയ്തു. നമ്മൾ ചായയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം പുറത്തൊക്കെ ഇരുന്ന് സൊള്ളലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ രാത്രിത്തെ ഡിന്നർ ഓർഡർ ചെയ്തിരിക്കുന്നുണ്ട്. ഡിന്നറിൽ എന്താണ് ഞാൻ കാണിക്കാം. നമ്മൾ ഡിന്നറിൽ ഓർഡർ ചെയ്തത് പനീർ പറാഠയും അതേപോലെ നാടൻ ചിക്കൻ കറിയും. ഇതാ ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ്. നമ്മൾ നിവർ ബേബി ഇവിടെയാണ്. എന്താണ് നിവർ ബേബി? എന്താണ് കെന്നൊങ്ങിയോ? വാവ കെന്നൊങ്ങിച്ചോ? ഓ, ഒന്നുകൂടി കാണിച്ചു തരാം. ഹായ് പറ. എന്താ കഴിക്കുന്നേ ഇവു? പറാഠ, ചപ്പാത്തിയും ചിക്കൻ കറിയും. വിവിധ കളിയാണ്. എന്താണ് എന്താണ് സുന്ദരി ബാബ എന്ത് ചെയ്യാണ്? അമ്പോ, നല്ല ശരിയാണല്ലോ.
നല്ല മൂടില്ല മുപ്പത്തി നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എണീട്ടുണ്ട്. ഇനി രാത്രി ശിവരാത്രി അല്ലേ? അതല്ലേ ഉദ്ദേശിച്ചത്? അല്ലേ? അതല്ലേ ഉദ്ദേശിച്ചത്? ബാക്കി എല്ലാവർക്കും രാത്രി ശിവരാത്രി. എന്തോ 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 സാറിന് എന്ത് ജ്യൂസാ വേണ്ടത്? ആഹാ, ഇവിടെ സ്വയം ഓർഡർ ചെയ്യല്ലേ? കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങളും ഓർഡർ ചെയ്യാൻ തുടങ്ങും അല്ലേ മകളെ? ഇപ്പൊ തൽക്കാലം ഞങ്ങൾക്ക് പാല് മതി. ഒരു തുള്ളി കണ്ണീരും വരുന്നില്ലേ? കള്ള കരച്ചില് കയറല്ലേ? ആ, എന്താ ഇത് ഭയങ്കര കള്ള കരച്ചില് കയറുന്നത്? എന്നെ ഒരു വേനയാക്കിയോ? അറിയാം, ഒന്നും പറയാൻ പോലും പാടില്ല. ഉമ്മേ ഉമ്മ ഉമ്മേ ഉമ്മേ. ആ, അങ്ങനെതാ നമ്മളെ ചോട്ട പോഖരീനെ കിടത്തി ഉറക്കുന്നുണ്ട്. ഇനി ബടാ പോഖരീനെ കിടത്തി ഉറക്കണം. രാവിലെ ഇല്ല അവിടെ കഷ്ടപ്പെട്ട് കിടത്തി ഉറക്കിയിട്ട് ഇവന്നെ അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് ഒളയിപ്പിക്കണം. അപ്പൊ വേണ്ട വേണ്ട, ഇനി രാവിലെ വ്യൂ കാണാൻ എണീക്കാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് നിവ ബേബി. ഞങ്ങളെ കൊച്ച് അലാറാം എണീറ്റ് ഞങ്ങളെ എണീപ്പിച്ച്. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പോയി. ഇച്ചിരി ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമുക്ക് അവിടെ വേണേൽ പോയി കഴിക്കാം. പക്ഷെ നമ്മളിവിടെ വന്നിട്ട് ഈ വ്യൂ ഒക്കെ തന്നെ വ്യൂ ഒന്നുമില്ല ശരിക്കും. ഫുള്ള് മഞ്ഞിലിപ്പോൾ മൂടിയിരിക്കും. ഫുൾ ഫോഗായിട്ടിരിക്കുകയാണ്. മലയൊന്നും കാണുന്നില്ല. ഇപ്പൊ അതും ഒരു സ്മോക്ക്. എന്തോ ഞാൻ നല്ലോണം കിടത്തി ഉറക്കി വന്നത്. നല്ല ഉറക്കത്തായിരുന്നു. നല്ല ഉറക്കത്തന്നെ. എന്തോ ചെറിയ അച്ഛാ മതി. നേരത്തെ ഇവിടെ ഫോഗ് അടിച്ചിട്ട് ഒന്നും കാണുന്നില്ല. അതിനെ ഇതാ ഇവിടെ എടുത്തില്ല മല പോലും. ഇതൊക്കെ ഫുള്ള് ഇതങ്ങനെ മെല്ലെ മെല്ലെ ഫോഗ് ഇങ്ങനെ പോവാണ്. So many birds. Round, 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 round. Dale. Wow. Small birds are you? അവനെ ഞാനിതാ റെഡിയായി. നമുക്ക് വീട്ടിൽ പോവാ. നമ്മുടെ വീട് വേറെയാണ്. ഇത് ജസ്റ്റ് നമ്മളൊരു ദിവസം വന്നതാ. എൻജോയ് ചെയ്യാൻ കഴിഞ്ഞു. എൻജോയ് കഴിഞ്ഞു പോവാ. ആണ് തറവാടാക്കി മാറ്റത്. ഫുൾ മഞ്ഞാണ് പുറത്ത്. നമ്മൾ വഴി മാറിപ്പോയി. അങ്ങനെ വേറെ വഴിയിലോട്ടേക്ക് നമ്മൾ പോയി. കുറച്ച് മുന്നോട്ട് എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ വഴി മാറിപ്പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും വണ്ടി തിരിച്ച് റൂട്ടിലേക്ക് പോവാണ്. ഫുള്ള് ഫോഗാണ്. നമ്മൾ വയനാട് ചുരം കയറി ഇറങ്ങുന്ന സമയത്ത്, ചുരം കയറുമ്പോൾ ഇറങ്ങുന്ന സമയത്ത് ഒരു കട്ട ഫോഗ് ഉണ്ടല്ലോ, അതേപോലെ ഉണ്ട്. റിലാക്സിങ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നല്ല മഞ്ഞുണ്ടായിരുന്നു പോകുന്ന വഴിക്കൊക്കെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ, ടേക്ക് കെയർ.